T20, ODI, ടെസ്റ്റ് എന്നീ 3 ഫോർമാറ്റിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്ഥിരം വിക്കറ്റ് കീപ്പർ സ്ഥാനം സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരങ്ങളാണ് ഋഷഭ് പന്തും മലയാളി താരമായ സഞ്ജു സാംസണും. നാളുകൾക്ക് മുമ്പ് വരെ ഋഷഭ് പന്ത് ആയിരുന്നു 3 ഫോർമാറ്റിലും ഇന്ത്യയുടെ സ്ഥിരം വിക്കറ്റ് കീപ്പർ. T20യിലെ മോശമായ ഫോം മൂലവും സഞ്ജു സാംസന്റെ തകർപ്പൻ പ്രകടനവും കാരണം പന്തിന് T20യിൽ നിന്നും താൽക്കാലികമായി ഇറങ്ങേണ്ടി വന്നു. എന്നിരുന്നാലും T20 ഫോർമാറ്റിനോട് അങ്ങനെ ഗുഡ് ബൈ പറഞ്ഞു പോകാൻ ഋഷഭ് പന്തിന് സാധിക്കില്ല. ഈ വർഷം നടക്കാൻ പോകുന്ന IPL-ൽ തന്റെ പുതിയ ടീമായ ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി ഓപ്പണിംഗ് സ്ഥാനത്ത് ഇറങ്ങാൻ ഋഷഭ് പന്ത് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. ഓപ്പണിംഗിൽ മികച്ച പ്രകടനം നടത്തുന്ന സഞ്ജു സാംസന് അതൊരു ഭീഷണിയാകുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഫെബ്രുവരി 19 മുതൽ ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിലേക്കുള്ള വിക്കറ്റ് കീപ്പിംഗ് സ്ഥാനത്തേക്ക് ഋഷഭ് പന്ത് ആയിരിക്കുമോ അതോ സഞ്ജു സാംസൺ ആയിരിക്കുമോ അവസരം ലഭിക്കുക എന്നാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ഋഷഭ് പന്തിന്റെയും സഞ്ജു സാംസന്റെയും മത്സരങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സും അവരുടെ സമീപകാലത്തെ പ്രകടനങ്ങളും വിലയിരുത്തിയാണ് ഇന്ത്യൻ സെലക്ടർമാർ ഇവരൊരാളെ തിരഞ്ഞെടുക്കുക. ഋഷഭ് പന്തിന്റെ ഏകദിന സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ 31 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിരിക്കുന്നത്. അതിൽ നിന്നായി 1 സെഞ്ചുറിയും 5 അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കിയ താരം ഒരു തവണ മാത്രമാണ് പുറത്താകാതെ ക്രീസിൽ നിന്നത്. ഏകദിനത്തിൽ മൊത്തത്തിലായി 33.5 ശരാശരിയിൽ 871 റൺസാണ് അദ്ദേഹം അടിച്ചെടുത്തതും. എന്നാൽ സഞ്ജു സാംസന്റെ കാര്യത്തിലാകട്ടെ ഋഷഭ് പന്തിനേക്കാൾ മികച്ച സ്റ്റാറ്റിസ്റ്റിക്സ് ഉള്ളത് അദ്ദേഹത്തിന് തന്നെയാണെന്ന് ഏകദിനത്തിലെ കണക്കുകൾ പ്രകാരം നമുക്ക് കാണാൻ സാധിക്കും. ഏകദിനത്തിൽ വെറും 16 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സഞ്ജു 1 സെഞ്ചുറിയും 3 അർദ്ധ സെഞ്ചുറികളുമാണ് നേടിയിരിക്കുന്നത്. അതിൽ നിന്നുമായി 5 തവണ പുറത്താകാതെ ക്രീസിൽ നിൽക്കുകയും ചെയ്തു. ഏകദിനത്തിൽ മൊത്തത്തിലായി 56.67 ശരാശരിയിൽ 510 റൺസാണ് സഞ്ജു നേടിയത്. ചുരുങ്ങിയ മത്സരങ്ങൾ കൊണ്ട് ഇത്രയും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന സഞ്ജുവിന് ഋഷഭ് പന്തിന് കൊടുക്കുന്നത് പോലെ തന്നെ നിരവധി അവസരങ്ങൾ നൽകിയാൽ ഇന്ത്യക്ക് സ്ഥിരം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് ഒരു മുതൽക്കൂട്ട് തന്നെയാകും. ടെസ്റ്റിൽ ഇതുവരെ തന്റെ അരങ്ങേറ്റം കുറിക്കാൻ സാധിക്കാത്ത സഞ്ജുവിന് അവിടെയും ഋഷഭ് പന്ത് തന്നെയാണ് പ്രധാന എതിരാളി. ടെസ്റ്റിലാകട്ടെ ഋഷഭ് പന്ത് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നതും. അഥവാ ഋഷഭ് പന്തിന് പകരം മറ്റൊരു താരത്തിനെ പരിഗണിക്കാം എന്ന് വെച്ചാലും അവിടെ സഞ്ജുവിന് പരിഗണിക്കുന്നതിന് പകരം മറ്റൊരു താരത്തിന് അവസരം നൽകും. ആ താരമാണ് ധ്രുവ് ജുറേൽ. ഋഷഭ് പന്ത് ഇല്ലാതിരുന്ന മത്സരങ്ങളിൽ സ്ഥിരതയാർന്ന ബാറ്റിംഗ് പ്രകടനവും ഗംഭീരമായ കീപ്പിംഗും കൊണ്ടും കളനിറഞ്ഞ് കളിക്കുന്ന താരമായിരുന്നു അദ്ദേഹം. ഏകദിനത്തിലെ കണക്കുകൾ പ്രകാരം ചാമ്പ്യൻസ് ട്രോഫിയിൽ എന്തുകൊണ്ടും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകുന്നത് സഞ്ജു തന്നെയാണ്. ഉടൻ തന്നെ BCCI ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിക്കും. അതിൽ മലയാളി താരത്തിന് അവസരം ലഭിക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് കാണാം.